ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെയും പ്രീ മാർക്കറ്റിൻ്റെയും ഒന്നിച്ചാണ് ഇനി പറയുന്നത്. എന്നും ഒന്നിച്ചാണ് പറയുന്നത്, അപ്പോഴും നമ്മളങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയാറില്ലല്ലോ. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് നോക്കാം. ഇന്നലെ നമ്മൾ വരച്ച ലൈനുകളെല്ലാം വളരെ കൃത്യമായിരുന്നു അല്ലേ, ലെവലുകളെല്ലാം വളരെ കറക്റ്റായിരുന്നു. നമ്മൾ വരച്ച വരയിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് അപ്പ് വന്ന് ഓപ്പൺ ചെയ്തത് കറക്റ്റ് 12,810 മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പ്രീ ഓപ്പൺ ആയപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു. എന്താണ്, മാർക്കറ്റ് താഴെ പോകാൻ യാതൊരു സാധ്യതയില്ല. കാരണം മാർക്കറ്റ് ഇന്നത്തെ സെയിം സിനാരിയോ അല്ലേ. ഇന്നലെയും കറക്റ്റ് ഇത് ഇവിടെ തന്നെയാണ് ഓപ്പൺ ആയത്. 12,810 ആ റേഞ്ചിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് ശരിക്കും ഒരു ഫോൾ കിട്ടി ഇല്ലേ. അതേ സിനാരിയോ ആണ് ഇന്ന് നടന്നത്. 12,810 മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് വന്ന് ഓപ്പൺ ചെയ്തു. പക്ഷേങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു മാർക്കറ്റ് ഒരിക്കലും താഴെ പോകത്തില്ല, താഴെ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ട്രേഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ മേലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ നമ്മളിവിടെ എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു ഇല്ലേ. കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ളൊരു ഒരു പ്രതീതി കാണിച്ചു ഇല്ലേ. ആ പ്രതീതി കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു PE എടുത്തത്. അപ്പോൾ തന്നെ മാർക്കറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് മുന്നോട്ട് പോകാനുള്ള സംഗതികളൊന്നും, ന്യൂസുകളോ അല്ലെ വേറെ കാര്യങ്ങളൊന്നും മാർക്കറ്റിലില്ല. മാർക്കറ്റ് ബ്ലാങ്ക് ആണ്. ഓക്കെ, മാർക്കറ്റിനകത്ത് ഒരു ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ടമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാർക്കറ്റ് ബ്ലാങ്കാണ്. അപ്പം അതുകൊണ്ട് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിലില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തത്. കുറേ നേരം ഏകദേശം എത്ര മണി വരെ, 12 മണി വരെ മാർക്കറ്റ് എന്ത് ചെയ്ത്, 1 മണി വരെ മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു റേഞ്ചിനകത്ത് കടന്ന് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്കിവിടുന്ന് താഴോട്ട് വരുന്ന ചെറിയൊരു പ്രതീതി തോന്നി. കാരണം മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മാർക്കറ്റിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു PE ഒരു ട്രേഡ് നമ്മൾ എടുത്തത്. PE ട്രേഡ് എടുത്ത് കുറേ നേരം ഹോൾഡ് ചെയ്തെങ്കിലും മാർക്കറ്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്ത് കളിക്കുന്നതല്ലാതെ മാർക്കറ്റിന് ഒരു ഡയറക്ഷണൽ മൂവ് കിട്ടുന്നില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകിൽ നിങ്ങൾ കോസ്റ്റ് ഇറങ്ങുക, അല്ലെങ്കിൽ 5-10 പോയിൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല പിന്നെ റിസ്ക് എടുക്കുന്നവർക്ക് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാർക്കറ്റ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയെങ്കിലും നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും അല്ലാതെ തന്നെ നമ്മുടെ SL ഇവിടെ വരെ വന്നെങ്കിലും നമുക്ക് ഇത്രയും നേരം ഇങ്ങനെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് വലിയ പ്രീമിയത്തിനകത്ത് വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ SL വളരെ കുറവായിരുന്നു. 10 പോയിൻ്റ് അല്ലേ 15 പോയിൻറ്റ് മാക്സിമം, അതിൽ കൂടുതൽ നമുക്ക് SL അടിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിന് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് മേലോട്ട് പോയെങ്കിലും വീണാണ് മാർക്കറ്റ് മേലോട്ട് പോയി അല്ലേ. ഒരു മാർക്കറ്റിന് എൻ്റെ കാഴ്ചപ്പാടിൽ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് ഇല്ല. ഏത് നിമിഷവും താഴെ വീഴുന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്കൊന്നും പറയാൻ അതിനകത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് ട്രേഡ് വിട്ടേക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് ഉപേക്ഷിച്ചു. ശരിയല്ലേ. ട്രേഡ് ഉപേക്ഷിച്ച ശേഷം പിന്നെയും മാർക്കറ്റ് പതുക്കെ മുന്നോട്ട് പോയി. ഒരു 50 പോയിൻറ്റ് ഇവിടുന്ന് 820 ഒരു 40 പോയിൻറ്റ് മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് സഞ്ചരിച്ചു അങ്ങോട്ട് മേലോട്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു 865 അടുത്ത ലെവലിൽ വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് അതേ ലെവലിൽ വന്ന മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തു. നമ്മൾ വരച്ച ലൈൻസൊക്കെ വളരെ കറക്റ്റാണ്. അവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ അവിടെ കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് ചെറിയൊരു ബ്രേക്കൗട്ട് നടന്നിട്ട് വീണ്ടും മാർക്കറ്റ് നേരെ തിരിച്ച് വന്നു. നമ്മൾ ഇവിടുന്ന് ഒരു PE എടുത്തായിരുന്നു. പക്ഷേങ്കിൽ അത് ശരിക്കും നമുക്ക് ഒരു പ്രീമിയം ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മളോട് കോസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തു. ശരിയല്ലേ. 78 വരെ 75 72 70 നമ്മൾ എടുത്തിട്ട് 78 വരെ പോയായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആയില്ല. ചിലരൊക്കെ എക്സിറ്റ് ആയി കാണുമായിരിക്കാം. പക്ഷേ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ കോസ്റ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് നഷ്ടമില്ല ലാഭമില്ല. കോസ്റ്റിൽ നമ്മളവിടെ ഇറങ്ങി. നമുക്ക് ആദ്യത്തെ ട്രേഡ് നമുക്കൊരു 10 പോയിൻ്റ് അല്ലെങ്കിൽ 15 പോയിൻറ്റ് നമുക്കൊരു ലോസും വന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരു ദിവസം നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. ഇതൊക്കെ പാർട്ട് ഓഫ് ദി ബിസിനസ്സാണ്. നമുക്ക് ട്രേഡിൻ്റെ ഭാഗമാണ് ലോസും പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒന്നും അമിതമായിട്ട് നമ്മളെ ഭരിക്കരുത്. ഓക്കെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അമിത ലാഭം കിട്ടുമ്പോൾ സന്തോഷവും അമിത നഷ്ടം വരുമ്പോൾ നിരാശയും നമ്മളെ ഭരിക്കരുത്. എല്ലാം നമ്മളൊരു ചാനലിനകത്ത് കൂടെ വേണം പോകാൻ. കറക്റ്റായിട്ട് സ്റ്റഡിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ലാഭവും നഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നഷ്ടത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതല്ല ഒരു വിഷയം. നമുക്ക് പ്രോഫിറ്റ് എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഓക്കെ, പ്രോഫിറ്റ് രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ലോസ് വന്നാൽ ആ ലോസിനെ മിനിമൈസ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോസിനെ മിനിമൈസ് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനുശേഷം മതി നമുക്ക് ലാഭത്തിനെ പറ്റി ചിന്ത. ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ കയ്യിലുള്ള കാശ് പോകരുത്. അതാണ് നമ്മുടെ മെയിൻ ചിന്ത. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നമ്മൾ അത് വേണം ശ്രദ്ധിക്കാൻ. ലാഭത്തിൻ്റെ പുറകെ പോകാതെ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ പ്രൊട്ടക്ഷനും നമ്മുടെ നഷ്ടം വന്നാൽ ആ നഷ്ടത്തിനെ എത്രയും മിനിമൈസ് ചെയ്യാവോ അത്രത്തോളം മിനിമൈസ് ചെയ്ത് ട്രേഡിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പം വേണ്ട പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ ലോസിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതാരും മറക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം മാർക്കറ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് മൊമെൻറ്റോ ഒന്നും കാണുന്നില്ല. ഇന്ന് ഒരു മൊമെൻറ്റോ ഇല്ലായിരുന്നു. അപ്പം നാളെ ഇനി എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഇത് വേണ്ട. അപ്പം നാളെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇത് ഈ പറഞ്ഞ ഈ ലൈൻ തന്നെ 12,865 ഒരു മെയിൻ സപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് മേലോട്ട് കയറ്റാം. ഇന്നത്തെ മാറിയല്ലോ, ഈ ഹൈ ഈ ഹൈ തന്നെ വെക്കാം. ഓക്കെ, 12,875 876. ഓക്കെ, 12,875 നമുക്ക് വെക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം? ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം. മേലോട്ട് മാർക്കറ്റ് പോകുമെന്ന് ഞാനൊരു എന്തെങ്കിലും ന്യൂസ് ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമില്ലാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇതിന് നാളെ മാർക്കറ്റ് 12,875 താഴെ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ തെറ്റായിരിക്കാം, ആൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു നിഗമനം പറയുകയാണ്, 12,875 മുകളിൽ അല്ലെങ്കിൽ 12,900 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. 12,900 ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് വരച്ചിട്ടേക്കാം. 12,900 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഒരു സൈക്കോളജിക്കൽ സംഭവമായിട്ട് നമുക്കിവിടെ കണക്കാക്കിയിട്ടേക്കാം. വരുന്നത് വെച്ച് കാണാം നമുക്ക്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇതിനെ ഒരു സംഭവമായിട്ട് കണക്കൂട്ടാം. ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഓക്കെ, ഈ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് എടുക്കാൻ. ഇത് വീണ്ടും ഒരു സപ്പോർട്ട്, അതായത് പ്രീവിയസ് പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് ഇതാണ്, ഒരു സപ്പോർട്ട്. ഇത് വേണ്ട, ഇത് വിട്ട് കളഞ്ഞേരെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്തിൽ നമുക്ക് മാർക്കറ്റ് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നാളെ ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിലവിലുള്ള ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രാത്രി ഇനി എന്ത് മാറി. ഇപ്പം സമയം എത്ര മണിയായി? ഇപ്പം സമയം ഏകദേശം 6:30 ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു 6:45 ആയതേ ഉള്ളൂ നാട്ടിൽ. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് രാത്രിയിൽ US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എങ്കിൽ തന്നെ നിലവിലെ സാധ്യതകളും ഈ ന്യൂസുകളൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് രീതിയിലാണ് പോകുന്നത്. ഇനി രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സാധ്യത. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നേരെ താഴോട്ട് വരും. അല്ല, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. ഇതാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് എവിടെ വരുന്നതെന്ന് നോക്കിയേക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് ഇത് 12,966 പോകുന്നത്. ഓക്കെ, 12,925 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 12,925. ഓക്കെ, അതായിരിക്കും നമ്മുടെ നാളെ മുകളിലോട്ടുള്ള ടാർഗറ്റ്. 925 ആയിരിക്കും. അപ്പോൾ നമുക്ക് നാളെ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. ഓക്കെ, ഇടയ്ക്കൊരു കോൾ വന്നതാണ്, സോറി. അപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ലെവൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്കോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.